ഹായ്, നമ്മളിന്ന് ഉലുവാക്കഞ്ഞിയാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഉലുവ കഴുകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അടുത്തത് പച്ചരിയാണ് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകമല്ലേ, അതിട്ട് കൊടുക്കാം. എല്ലാവരും ഇടാറില്ല, ഞാൻ പക്ഷേ ഇടാറുണ്ട് കേട്ടോ. കാരണം ഈ ഉലുവയുടെ ആ ഒരു കയ്പ് ടേസ്റ്റൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജീരകവും നല്ലതാണ്. ഉലുവേനെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഉലുവ എന്ന് പറയുന്നത് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ലേഡീസിൻ്റെ പീരീഡ്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന്, ഹെയർ ഗ്രോത്തിന്, അങ്ങനെയൊക്കെ ഉലുവ ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അളവൊക്കെ പറയാത്തത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വെക്കുന്നത്. നല്ലൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഓക്കേ, നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട് നല്ലപോലെ. ഞാനിത് വന്നിട്ട് 3 വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിലായതുകൊണ്ടേ. ഇതിൽ കാണുമ്പം ഈ ഉലുവ ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഞാനത് ഓവർ ഇടാത്തതാണ്. എനിക്ക് ആ ഒരു കയ്പ് ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പക്ഷേ ഇടുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ചധികം ഇടുന്നത് നല്ലതാണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉലുവ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ഇടാനുണ്ട്. തേങ്ങ ആണ്, അത് ഞാനിവിടെ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, ഞാൻ ഉപ്പിടാൻ മറന്നുപോയില്ലേ, എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുക. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓവർ ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വെക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ വെച്ചാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഓക്കെ, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞി നല്ല തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് കഴിച്ചു നോക്കാം. ഞാനപ്പോൾ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നാരങ്ങ അച്ചാറാണ്. ഈ അച്ചാർ വന്നിട്ട് വീട്ടിലെ അമ്മ ഇട്ടത് തന്നെയാണ് കേട്ടോ. ഞാനവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ, അപ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ ഉലുവക്കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവരും കഴിക്കാറുണ്ടാവുമായിരിക്കും. കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കെ. നല്ല ചൂടാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. ഈ കഞ്ഞീൻ്റെ കൂടെ അച്ചാർ മാത്രമല്ല, നമുക്ക് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെറുതെ ആണെങ്കിലും കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.